2003 ഡിസംബർ 3 ബാംഗ്ലൂരിൽ 27 വയസ്സുള്ള ഗിരീഷും 21 വയസ്സുള്ള ശുഭയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നു. അങ്ങനെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് 3 ദിവസത്തിനു ശേഷം വൈകുന്നേരം ശുഭ ഗിരീഷിനോട് ഒരു ഡിന്നറിന് പോകാമെന്ന് പറയുന്നു. ഗിരീഷ് ആകട്ടെ അതിന് ഓക്കെയും പറഞ്ഞു. അവൻ അവളെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാനായി തൻ്റെ ബൈക്കിലാണ് വന്നത്. പിന്നീട് അവർ ഇരുവരും ചേർന്ന് റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കുറേ സമയം ചെലവഴിച്ചു. വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ ശുഭ തനിക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കാണാൻ ഇഷ്ടമാണെന്നും അതുകൊണ്ട് നമുക്ക് അതുകൂടെ കണ്ടിട്ട് വീട്ടിലേക്ക് പോയാലോ എന്നും ചോദിക്കുന്നു. ഗിരീഷ് ആകട്ടെ അതിന് സമ്മതിക്കുകയും ചെയ്തു. കോറമംഗല സിറ്റിയിലെ വിമാനത്താവളത്തിലേക്ക് അവർ ഇരുവരും പോകുന്നു. അവരവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം രാത്രി 9:30 ആയിരുന്നു. പക്ഷേ അപ്പോഴും പാവം ഗിരീഷ് തൻ്റെ മരണം അടുക്കാറായി എന്ന് അറിയുന്നേ ഉണ്ടായിരുന്നില്ല. ഇരുട്ടുള്ള സ്ഥലമായിരുന്നെങ്കിലും അവർക്ക് അവിടെ നിന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന കാഴ്ചകൾ നന്നായി കാണാൻ സാധിച്ചു. പക്ഷേ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് 2 വ്യക്തികൾ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അവരാകട്ടെ കയ്യിൽ കരുതിയിരുന്ന ഇരുമ്പ് വടി ഉപയോഗിച്ച് ഗിരീഷിന്റെ തലയിൽ ആഞ്ഞടിക്കുന്നു. അതിനുശേഷം ശുഭയടിക്കാനായി അവർ വരുന്ന സമയത്ത് ഒരു വാഹനം എതിരെ വരുന്നുണ്ടായിരുന്നു. അത് കാരണം അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. നടന്നതൊക്കെ കണ്ടതെന്ന് ശുഭ ഏതാണ്ട് മരവിച്ച അവസ്ഥയിലായിരുന്നു. അവൾ ഗിരീഷിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന സമയത്ത് അവന്റെ തലയിൽ നിന്ന് ധാരാളം രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് ശുഭ അലറിക്കരയാൻ തുടങ്ങി. പക്ഷേ അവൾ ധൈര്യം സംഭരിച്ച് ആരെങ്കിലും ഹെൽപ്പിന് കിട്ടുമോ എന്ന് നോക്കാൻ തുടങ്ങി. അതുവഴി പോയ പല വണ്ടികൾക്കും അവൾ കൈ കാണിച്ചെങ്കിലും ആരും വാഹനം നിർത്തിയില്ല. അതിന്റെ കാരണം ഇരുട്ടുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ആക്സിഡന്റ് പറ്റി എന്ന് പറഞ്ഞ് അഭിനയിച്ച് അവരെ രക്ഷിക്കാൻ ആരെങ്കിലും വണ്ടി നിർത്തി കഴിഞ്ഞാൽ ആ വണ്ടിയിലുള്ളവരെ ഭീഷണിപ്പെടുത്തി സ്വർണവും പണവും തട്ടുന്നത് പതിവാണ്. അത് പേടിച്ചിട്ടാണ് ആരും വാഹനം നിർത്താതെ ഇരുന്നത്. പക്ഷേ ശുഭയുടെ ഭാഗ്യത്തിന് കുറച്ച് സമയത്തിന് ശേഷം ഒരു വൃദ്ധ ദമ്പതികൾ വാഹനം നിർത്തുന്നു. അവർ അവരെ ആശുപത്രിയിലാക്കുകയും ചെയ്യുന്നു. വിവരമറിഞ്ഞ് ശുഭയുടെയും ഗിരീഷിന്റെയും ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് എത്തുന്നു. ഗിരീഷിന്റെ കുടുംബത്തിന് തങ്ങളുടെ മകന്റെ അവസ്ഥ കണ്ട് സഹിക്കാനായില്ല. അവരാകട്ടെ പോലീസിൽ പരാതിയും നൽകി. പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചു. സത്യത്തിൽ എന്താണ് ഗിരീഷിന് സംഭവിച്ചത്? ആരാണ് അവരെ ഉപദ്രവിച്ചത്? വരൂ, ഇന്ന് നമ്മൾക്ക് കർണാടകയിൽ തന്നെ ഞെട്ടിച്ച ഒരു കേസ് സോൾവ് ചെയ്യാം. വെൽക്കം ടു ക്രൈം ഫോളിയോ.